അടിച്ചമർത്തപ്പെട്ട് ഭയന്ന് ജീവിക്കാൻ നിർബന്ധിതമായ ഒരു ജനതയുടെ പ്രതിനിധി കിട്ടാൻ. കിട്ടാൻ എന്ന കഥാപാത്രത്തിന് ഭയമുണ്ട്, നിരാശയുണ്ട്, പ്രതികാരമുണ്ട്, പ്രണയമുണ്ട്. ആ കഥാപാത്രമായി ധ്രുവ് വിക്രം എന്ന ആ മികച്ച നടൻ ഗംഭീരമായിട്ട് സ്ക്രീനിൽ നിറഞ്ഞാടിയിട്ടുണ്ട്. നമുക്ക് പറയാനുള്ളത് മാരി സെൽവരാജിന്റെ പുതിയ സിനിമ ബൈസൺ കാലമാടന്നെ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. അടിപൊളി പടം, ഗംഭീര സിനിമ. തമിഴ്നാട്ടിലെ ഒരു കാർഷിക ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യൻ ദേശീയ ടീമിന്റെ ഭാഗമാകുന്ന ഒരു കബഡി കളിക്കാരന്റെ കഥയാണ് ബൈസൺ പറയുന്നത്. കബഡി എന്ന കായിക വിനോദത്തെ ഒരു പ്ലോട്ടാക്കി വെച്ച് തമിഴ്നാട്ടിലെ ജാതി രാഷ്ട്രീയവും കായിക മേഖലയിൽ നടക്കുന്ന ഫ്രോഡിങ്ങും ലോബിങ്ങും ഒക്കെ ഇക്കുറി മാരി സെൽവരാജ് കൃത്യമായി അടിവരയിട്ട് ആ പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ സിനിമയിൽ അഭിനയിച്ച നടന്മാരുടെ നടനമാണ്. ഇത്രയും മികച്ച പ്രകടനങ്ങൾ ഞാൻ മുൻകാല സിനിമകളിൽ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. അത്ര മികച്ചതായിരുന്നു. കിട്ടാൻ എന്ന കഥാപാത്രത്തെ വിക്രമിന്റെ മകൻ ധ്രുവ് അല്ലാതെ വേറൊരു നടനെ നമുക്ക് കാണാനേ പറ്റില്ല. അത്ര ഗംഭീരമാണ് പുള്ളിയുടെ ആക്ടിങ്ങും പുള്ളിയുടെ ആ എക്സ്പ്രഷൻസും ഡയലോഗ് ഡെലിവറിയൊക്കെ. കിട്ടാന്റെ പെങ്ങളായി വരുന്ന നമ്മുടെ രജീഷ വിജയനാണെങ്കിലും കാമുകിയായി വരുന്ന അനുപമ പരമേശ്വരനാണെങ്കിലും രണ്ട് ചേരിയുടെ രണ്ട് തലവന്മാരായി വരുന്ന അമീർ സുൽത്താനും നമ്മുടെ ലാലാണെങ്കിലും കിട്ടാന്റെ അച്ഛനായി വരുന്ന പശുപതിയൊക്കെ ആണെങ്കിൽ സ്ക്രീനിൽ നടന വിസ്മയമാണ്. അത്ഭുതപ്പെട്ടു പോകും സത്യം പറഞ്ഞ. മാരി സെൽവരാജിന്റെ മുൻകാല സിനിമകളിൽ പറയുന്ന രാഷ്ട്രീയം ഈ സിനിമയിൽ മുഴുനീളമായിട്ടില്ല എന്നുള്ളത് മാരി സെൽവരാജിന്റെ പുതിയ ജോണറിലേക്ക് പുതിയൊരു മാറ്റം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മളെല്ലാവരും പോയി സിനിമ കാണാം. ഇതൊരു മികച്ച അനുഭവമാണ്. മികച്ച ടെക്നിക്കൽ പെർഫെക്ഷനോട് കൂടി പറയാനുള്ള കാര്യം കൃത്യമായി മാരി സെൽവരാജിന്റെ സൈനോട് കൂടി ആ പൊളിറ്റിക്സോട് കൂടി ഗംഭീരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഡോണ്ട് മിസ് ഇറ്റ്.